ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജിതിൻസ് ടിപ്സ് ആൻഡ് ട്രാവൽ. ഇന്ന് നമ്മൾ പോകുന്നത് UAE പബ്ലിക് നൈറ്റ് ബീച്ചിലേക്കാണ്. പബ്ലിക് നൈറ്റ് ബീച്ച് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ദുബായിലാണ്. ധാരാളം പബ്ലിക് നൈറ്റ് ബീച്ചുകളുണ്ട്. അതെല്ലാം റിസോർട്ടുകളുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഇത് സാധാരണ ആളുകൾക്ക് ഫ്രീ ആയിട്ട് എൻട്രി ചെയ്യാൻ പറ്റുന്ന ഒരു പബ്ലിക് നൈറ്റ് ബീച്ച് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാനാണ്. ഇത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ദുബായിലാണ്. അപ്പോൾ നമുക്ക് അവിടെ പോയി അവിടുത്തെ കാഴ്ചകളെല്ലാം കാണാം. അതിനു മുമ്പായി നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് അൽ മംസാർ പാർക്ക് ആൻഡ് ബീച്ച് എക്സ്പ്ലോർ ചെയ്യാനാണ്. ഇപ്പോൾ നമ്മൾ അൽ മംസാർ പാർക്കിംഗ് ഏരിയയിൽ കാർ പാർക്ക് ചെയ്ത് മംസാർ ബീച്ചിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ കാണുന്നത് ഫാമിലി പബ്ലിക് ബീച്ചാണ്. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അൽ മംസാർ കോർണിഷ്. ഈ മംസാർ കോർണിഷിൻ്റെ റൈറ്റ് സൈഡിൽ വെള്ളത്തിന് തിരകൾക്ക് ശക്തിയുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെയുള്ള സ്വിമ്മിങ് ഏകദേശം 7 മണിയാകുമ്പോൾ തന്നെ സ്റ്റോപ്പ് ചെയ്യും. ഗാർഡുകൾ നമ്മൾ സ്റ്റോപ്പ് ചെയ്യും. ഈ കാണുന്ന അൽ മംസാർ കോർണിഷിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഈ ഫാമിലി ഏരിയയിലാണ് നമുക്ക് നൈറ്റ് ബീച്ചായിട്ട് ഉപയോഗിക്കാൻ പറ്റുക. ഇവിടെ ഏകദേശം 10 മണിയോളം വരെ ഇവിടെ അലൗ ചെയ്യും. അപ്പോൾ ഇവിടെ ഈ ഏരിയയിൽ വെള്ളത്തിന് അത്ര തിരയില്ല. അതുകൊണ്ട് തന്നെ ഇവർ രാത്രിയിൽ നമുക്ക് ഈ ഏരിയ ഈ സ്വിമ്മിങ്ങിനായിട്ടും നമുക്ക് യൂസ് ചെയ്യാം. അതാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയ പ്രത്യേകത. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ദുബായിലെ മുനിസിപ്പാലിറ്റിയുടെ വണ്ടിയാണ്. അവരെപ്പോഴും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഈ ഏരിയ ഫാമിലിയുടെ ഏരിയ ആണെന്ന് ഞാൻ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഗാർഡുകൾ കൂടാതെ ദുബായ് മുനിസിപ്പാലിറ്റിയുടെ വണ്ടിയും ഇവിടെ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. ഫാമിലി ഇല്ലാത്ത ആളുകൾ ഇവിടെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടി. നിങ്ങൾ കാണാം, വളരെ മനോഹരമായിട്ടുള്ള ക്ലീൻ ആയിട്ടുള്ള വൈറ്റ് സാൻഡി ആയിട്ടുള്ള ബീച്ചാണ് ഈ അൽ മംസാർ ബീച്ച്. ഇത് ഫാമിലി ബീച്ചാണെന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞു. ഈ നിങ്ങൾ ശ്രദ്ധിക്കുക, ഒന്നും കൂടി ഞാൻ പറയുകയാണ്, നിങ്ങൾ ഈ അൽ മംസാർ കോർണിഷിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള ഈ ഏരിയ വേണം നിങ്ങൾ ഇതിനായിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാൻ. അതുപോലെ തിരകൾക്ക് വലിയ ശക്തിയില്ല, നിങ്ങൾ കാണാം. അതുകൊണ്ട് തന്നെ കുട്ടികളെയും കൊണ്ട് നമുക്ക് ഇവിടെ ഇറങ്ങാൻ സാധിക്കും. അൽ മംസാർ പാർക്ക് ആൻഡ് ബീച്ച് വളരെ ഫേമസ് ആയിട്ടുള്ളതാണ്. ഇത് ഏകദേശം വലിയൊരു ഏരിയയിൽ തന്നെയായിട്ടാണ് ഇത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഏരിയയിൽ തന്നെ ഒരു ഏകദേശം 1600ഓളം പാം ട്രീസും 300 കോക്കനട്ട് ട്രീസും ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു ഏരിയ എപ്പോഴും എക്സ്പ്ലോർ ചെയ്യാൻ നല്ലൊരു ഏരിയ ആണ്. അതുപോലെ തന്നെ സെക്യൂരിറ്റി ഗാർഡുകൾ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഒരു പേടിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇവിടേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് മെട്രോ ട്രെയിനിൽ ഗ്രീൻ ലൈനിൽ പിടിച്ചാൽ വരാൻ സാധിക്കും. അല്ലെങ്കിൽ നിങ്ങൾ ബസ് കയറി വരികയാണെങ്കിൽ C15 അല്ലെങ്കിൽ C28 എന്നീ ബസ്സുകളിൽ ഇവിടെ അടുത്ത് വരുന്നുണ്ട്. ഈ പബ്ലിക് ബീച്ചിന് അടുത്തായിട്ട് തന്നെ വരുന്നുണ്ട്. അപ്പോൾ നമുക്കത് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഒരു ലാർജ് ഏരിയ കാർ പാർക്കിംഗ് ആയിട്ടുണ്ട്. അൽ മംസാർ ബീച്ചും അൽ മംസാർ പാർക്കും ഇവിടെ തന്നെ ഫേമസ് ആയിട്ടുള്ള, ദുബായിൽ തന്നെ ഫേമസ് ആയിട്ടുള്ള ഒരു നല്ലൊരു ട്രാവൽ ഡെസ്റ്റിനേഷനാണ്. ഇപ്പോൾ സമ്മർ വെക്കേഷനാണ്. കുറേ ആളുകൾ നാട്ടിലേക്ക് യാത്ര ചെയ്തു, കുറച്ച് ആളുകൾ ഇവിടെയുണ്ട്. എങ്കിൽ തന്നെയും ദുബായിലോ അല്ലെങ്കിൽ ഷാർജയിലൊക്കെ താമസിക്കുന്ന ആളുകൾക്ക് ഇത് എക്സ്പ്ലോർ ചെയ്യാൻ നല്ലൊരു സ്ഥലമായിരിക്കും. അപ്പോൾ കൂടാതെ ഇവിടെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനുള്ള ഫെസിലിറ്റീസ് ഉണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ് ജിതിൻസ് ടിപ്സ് ആൻഡ് ട്രാവൽ. ബൈ ബൈ, സീ യു അഗെയിൻ. ബൈ ബൈ.